ശ്രീമന്നാരായണീയം ദശകം 23 ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും. ശ്ലോകം 2. വൃത്തം വസന്തതിലകം. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യാത്മജാസ്ത്വയുധമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വജസാ തവ മാർഗമാഭു. നൈകത്ര വാസമൃഷയേ സമുമോജ ശാപം ഭക്തോത്തമസ്തൃഷിരനുഗ്രഹമേവ മേനേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പ്രജേതസ്സുകളുടെ പുത്രനായ ദക്ഷൻ പ്രജാ സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഭഗവാനെ തപസ്സു ചെയ്യുകയും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതും ഇവിടെ അസിഗ്നി എന്ന സുന്ദരിയായ പഞ്ചജനൻ എന്ന പ്രജാപതിയുടെ മകളെ ഭാര്യയായിട്ട് കൊടുക്കുകയും ചെയ്തു ഭഗവാൻ. ഇനി ഈശ ഗുരുവായൂരപ്പ തസ്യ ആ ദക്ഷന്റെ ആത്മജാത്തു പുത്രന്മാരാകട്ടെ അയുധം 10,000 പേരും പിന്നെ സഹസ്രം 1000 പേരും ശ്രീനാരദസ്യ വജസ ശ്രീനാരദന്റെ വാക്കുകൾ കേട്ടിട്ട് ഉപദേശത്താൽ തവ മാർഗം ആവൂ നിന്തിരുവടിയുടെ വഴിക്ക് തിരിഞ്ഞു. ദക്ഷന് പത്നിയായ അസിഗ്നിയിൽ ഹര്യശ്വന്മാർ എന്ന പേരിൽ 10,000 പുത്രന്മാർ ആദ്യം ഉണ്ടായി. അവര് അച്ഛൻ്റെ ആ ആജ്ഞ അനുസരിച്ച്, അച്ഛൻ പറഞ്ഞതനുസരിച്ച് സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നാരായണ തീർത്ഥത്തിൽ ചെന്ന് കഠിനമായിട്ട് ഭഗവാനെ തപസ് ചെയ്യാൻ തുടങ്ങി. അവിടെ തപസ്സനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങണം എന്ന് അച്ഛൻ ഉപദേശിച്ചത് പ്രകാരമാണ് അവർ തപസ്സിന് പോയത്. ശ്രീ നാരദ മഹർഷി അവിടെ ചെന്ന് അവർക്കൊക്കെ തത്വോപദേശമൊക്കെ കൊടുത്ത് ആ ഹര്യശ്വന്മാരെ എല്ലാം ആ 10,000 പേരെയും ഭഗവത് ഭക്തിയിലേക്ക് മോക്ഷമാർഗത്തിലേക്ക് തിരിച്ചുവിട്ടു. അതോടുകൂടി അവര് പ്രജാസൃഷ്ടി എന്ന ആ കാര്യം അവർ ഉപേക്ഷിച്ചു. ഇതറിഞ്ഞ് ദക്ഷന് വളരെ ദുഃഖമായി. പിന്നീട് ശബളാശ്വന്മാർ എന്ന പേരിൽ 1000 പുത്രന്മാര് ദക്ഷന് വീണ്ടും ഉണ്ടായി. അവരും ദക്ഷന്റെ വാക്കനുസരിച്ച്, അച്ഛന്റെ വാക്കനുസരിച്ച് നാരായണ തീർത്ഥത്തിൽ ചെന്ന് തപസ് തുടങ്ങി. അവരെയും നാരദൻ ജ്യേഷ്ഠന്മാർ പോയ ആ മോക്ഷമാർഗത്തിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. ഇത്രയും കഴിഞ്ഞപ്പോൾ ദക്ഷന് വളരെ കോപം വന്നു. ദക്ഷൻ നാരദനെ ശപിച്ചു. അങ്ങയ്ക്ക് ഒരിടത്തും സ്ഥിരമായിട്ട് പാർക്കുവാൻ കഴിയാതെ പോകട്ടെ എന്ന്. നാരദനാണെങ്കിലോ ആ ശാപം തനിക്കൊരു അനുഗ്രഹമാണെന്നാണ് വിചാരിച്ചത്. വളരെയധികം ക്ഷമാശീലനായിട്ടുള്ള നാരദൻ അങ്ങനെ കരുതി. കാരണം ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കണ്ടല്ലോ, എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിക്കാം. എവിടെയെങ്കിലും സ്ഥിരമായി പാർക്കുമ്പോഴാണല്ലോ ആ സംസാര ബന്ധം എന്നൊരു സംഭവം ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു ബന്ധനവുമില്ല, ഏതിലെയും സഞ്ചരിക്കാം. അപ്പൊ അതുകൊണ്ട് നാരദൻ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സ ഋഷയേ സ ആ ദക്ഷൻ ഋഷയേ നാരദനെ നൈകത്ര ഒരിടത്തും വാസം
അതായത് ഒരിടത്തും സ്ഥിരമായി വസിക്കാൻ ഇടവരാതെ പോകട്ടെ എന്ന് ശാപം മുമോച ശപിച്ചു. ആ ദക്ഷൻ നാരദനെ ഏകത്ര വാസം, ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് വസിക്കാൻ ഇടവരാതെ പോകട്ടെ എന്ന് ശാപം മുമോച ശപിച്ചു. ഭക്തോത്തമ ഋഷി, പരമഭക്തനായ നാരദ മഹർഷി, ആ നാരദ മഹർഷിയാകട്ടെ ആ ശാപത്തെ അനുഗ്രഹം ഏവ മേനെ, അനുഗ്രഹമായി തന്നെ വിചാരിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.